Jump in the deep end, trying to swim but you're sinking. I don't know the reason, just needed something different. Don't gotta hear what they speaking, no, no. Don't gotta take what they giving. Remember the meaning, this old folk song we be singing. I'ma raise my arms high, I'ma touch the skyline, I'ma sing it loud and loud. Let me be free. Padivaal bhadra vatakam kailendum tamborate nalla chadithirum mumbil channu kali kali thodangi anganagare. Padivaal bhadra vatakam kailendum tamborate nalla chadithirum mumbil channu kali kali thodangi. Padivaal 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 padivaal. Heartbeat racing, what you feel when your feet hit the pavement. Keep on reaching, hold on to what you believe in. Don't gotta learn what they teaching, no, no. Don't believe what they preaching. Remember the meaning, this old folk song we be singing. I'ma raise my arms high, I'ma touch the skyline, I'ma sing it loud and loud. Let me be free. Padivaal bhadra vatakam kailendum tamborate nalla chadithirum mumbil channu kali kali thodangi anganagare. Padivaal bhadra vatakam kailendum tamborate nalla chadithirum mumbil channu kali kali thodangi. Padivaal padivaal. നമസ്കാരം. എല്ലാവരും എനർജറ്റിക് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഐ വിഷ് യു ഓൾ എ ഹാപ്പി ഓണം. നിങ്ങൾ പിന്നെ മിണ്ടാണ്ടിരിക്കരുത് കേട്ടോ, സ്റ്റാച്ചു പോലെ ഇരിക്കരുത്, നന്നായിട്ട് പ്രോത്സാഹനം തരിക. ഹാപ്പി ഓണം. എല്ലാവരും കൈയടിക്കുക. Today we came together to celebrate the joyous festival of Onam, a time when Kerala comes alive with vibrant colors, traditional music and the spirit of togetherness. Onam is not just a festival, it is a celebration of culture, unity and rich heritage of Kerala. ആദ്യം തന്നെ എല്ലാവർക്കും ഞാനൊരു ഹാപ്പി ഓണം പറയുകയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഇന്ന് നാളെ കഴിഞ്ഞ് ഈ 3 ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രവാസികളായി നമുക്ക് നാട്ടിൽ ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കുക. കാണം വിറ്റ് ഓണം ഉണ്ണണം എന്നാണല്ലോ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രകാരം നമ്മൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര ഇല്ലായ്മയിലാണെങ്കിലും നമ്മൾ വന്ന് ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എത്ര പാവപ്പെട്ടവർക്കാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവർക്കാണെങ്കിലും ഏത് രാജ്യത്തിൽപ്പെട്ടവർക്കാണെങ്കിലും ഏത് സ്റ്റേറ്റിൽപ്പെട്ടവർക്കാണെങ്കിലും ഒരേ ഫീലിങ്സ് ആണുള്ളത്. അപ്പോൾ ആ ഒരു ഫീലിങ്സിലേക്ക് ഞങ്ങളുടെ ഈ ചെറിയ റൂമിൽ നമുക്ക് ഒത്തുകൂടാൻ സാധിച്ചത് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ ഈ ഒരു ഓണം സെലിബ്രേഷനിൽ ഇവിടെ പങ്കുചേരാൻ വന്ന എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം. Next, I would like to welcome to our all guests, our beloved room owner, Mr. Manoj, and all my dear friends. I know you all are very hungry. So without wasting time, let's start our cultural program. Okay? അതെ, ആരും കൈയടിക്കുന്നില്ല, എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്. അവർക്കൊരു പ്രോത്സാഹനമായിട്ട് നമ്മൾ കൈയ്യടി കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഓണം ഡാൻസ് അല്ലെങ്കിൽ ഒരു ഓണം പാട്ടില്ല, നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ മനോജ്
Sorry, let me welcome Mr. George onto the stage for a song. എല്ലാവരും പിരിച്ചുവിടണം. ഞാൻ പഠിക്കും. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയിൽ നീ വരൂ ഭാഗം വാങ്ങ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയിൽ നീ വരൂ ഭാഗം വാങ്ങ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൂകൊണ്ടുമൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം പൂകൊണ്ടുമൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം ഇന്നേ കൊയ്യാം നാളെ കൊയ്യാം അത്തം ചിത്തിര ചോരി ഇന്നേ കൊയ്യാം നാളെ തൂകാം എത്തം ചിത്തിര ചോരി പൊന്നലിൻ പൂങ്കുലം നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയിൽ നീ വരൂ ഭാഗം വാങ്ങ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി മനപ്പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്ന പൂമാലൈ പമ്പാതീരത്തിൽ മാരിവിൽ മാല മനപ്പൂന്തോപ്പിൽ മണ്ണിൽ സ്വപ്ന പ്രധാനത്തിൽ പമ്പാതീരത്തിൽ തുമ്പപ്പൂക്കൾ നന്ദ്യാവട്ടം തെച്ചി ചെമ്പരത്തി തുമ്പപ്പൂക്കൾ നന്ദ്യാവട്ടം തെച്ചി ചെമ്പരത്തി പൂക്കളം പാടിടും പൂമറ്റം തോറും നീ വരൂ പൂവാലൻ തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയിൽ നീ വരൂ ഭാഗം വാങ്ങ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി നീ വരൂ പൊന്നോണത്തുമ്പി നീ വരൂ പൊന്നോണത്തുമ്പി പൂവിളി പൂവിളി പൊന്നോണമായി പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. വിചാരിച്ചു എന്തെങ്കിലും
അല്ലോതൊൽപ്പം തെറ്റൊക്കെ പോയി ഓടി മാറിയോട് കുറച്ച് വേഗം തെറ്റിയിട്ടുണ്ട്. താങ്ക് യു ജോർജേട്ടാ. ഞങ്ങളുടെ റൂമിലെ ഒരു കൊച്ചു യേശുദാസാണ്. അപ്പൊ തെറ്റുകൾ എല്ലാവർക്കും പറ്റും, ക്ഷമിക്കുക. എന്തായാലും നന്നായിട്ട് പഠിച്ചു. അത് തന്നെ. അടുത്തതായിട്ട് നമുക്ക് ഒരു നൃത്തം, ഓണ നൃത്തവുമായിട്ട് വരുന്നു മിലു. തിരുവാവണിരാവ് മനസാകിരാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൻ ചൊല്ല്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകിരാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. കടക്കണ്ണിൽ വഷിമിന്നും ഉറപ്പെണ്ണിൻ കവിളത്ത് കുറുപ്പിന്റെ കുളിരുമ്മ സംവാദം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പൊന്നാര കാറ്റിന്റെ സഞ്ചാരം. ഇവയിട്ടു വിളങ്ങുന്ന രുചികളിൽ വിടരുന്നു നിറമയറൂണിന്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിലവോരമുണരുന്നു സംഗീതം. സംഗീതം. താങ്ക് യു സോ മച്ച് മിലു. അടുത്ത പാട്ടുമായിട്ട് നമുക്ക് വരുന്നത് ആഗ്നസ്. മലയാള സോങ് ആണ് ആഗ്നസിന്റെ അടുത്തത്. ടൈം വേസ്റ്റില്ല, പോരെ ടൈം. Welcome Agnes onto the stage.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ആഗ്നസിന്റെ പാട്ട്? ഡിവോഷണൽ പാട്ടായിരുന്നു, നല്ല അടിപൊളി പാട്ട്. ഇനിയും ആഗ്നസിന്റെ അടുത്ത ഒരു അടിപൊളി ഹിന്ദി പാട്ടുമായിട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ പാട്ടുകാരിയാണ് ആഗ്നസ്. അതെ അതെ അതെ, നല്ല അടിപൊളി പാട്ടായിരുന്നു, നല്ലോണം പാടിയിട്ടുണ്ട്. ഞാനും ആദ്യമായിട്ടാണ്. അതെ അല്ലേ, ഒന്നും കൂടി ഉണ്ട് കേട്ടോ, ഒരു പാട്ട് കൂടെ ഉണ്ട്. അതെ അതെ അതെ, സൂപ്പർ കേട്ടോ, അടിപൊളി. പുറത്തോട്ട് ഇറങ്ങുക, അടിപൊളി. മോട്ടുമാല എടുക്കുന്നുണ്ട്, പഠിച്ചിട്ടിരിക്കും. ഞാൻ ഒരു പാട്ട് പാടാം, നോട്ടുമാല. അടുത്ത പ്രോഗ്രാം നമുക്ക് കപ്പിൾ സോങ് ആയിട്ട് വരുന്നത് തെലുഗു സോങ് ബൈ ബാനു ആൻഡ് ഹർ ഫ്രണ്ട് ജയ. ജയ നമ്മുടെ റൂം മെമ്പർ അല്ല, എന്നാലും നമ്മുടെ കൂടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി ഇന്ന് നമ്മളൊപ്പം കൂടിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ എല്ലാ പ്രോഗ്രാമിലും നമ്മുടെ ഒപ്പം ഉണ്ട് ജയ ഇന്ന്. അപ്പോ ജയ, ബാനു, ലെറ്റ് മീ വെൽക്കം. ചെയ്യുന്നു.
Thank you for inviting me. Thank you, Jaya Banu. I hope you are enjoying. Yes or no? Yes. Understand Telugu everyone? Even though I did not understand. അടുത്തതായിട്ട് കപ്പിൾ ഡാൻസുമായിട്ട് വരുന്നു ആര്യ ആൻഡ് മിലു. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരും കൈയടിക്കുക പ്ലീസ്. നിങ്ങൾ കൈയടിക്കണം കേട്ടോ. അവർ പാട്ട് പാടുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴൊക്കെ കൈയടിക്കുക. അവരുടെ താളം തെറ്റിക്കാതിരുന്ന വെച്ചാൽ മതി. ആ രീതിക്ക് നിങ്ങൾ കൈയടിച്ചു കേട്ടോ. നന്നായിട്ട് കൈയടിക്കണേ. അതെ അതെ, ചോറുണ്ടാക്കൊണ്ടാണെന്ന് തോന്നുന്നു ജീവനില്ലാത്തത്. എത്രയും പെട്ടെന്ന് തരുന്നതായിരിക്കും. നിങ്ങള് காட்டு பயல கொஞ்சி போடா என்ன ஒரு காணி மொரட்டில் முயல தூக்கி போக வந்த பயடா நீ கரெக்ட் காட கிடந்த என்ன திருட்டு மொழிக்கார தொட்டி போட்டு ஏங்கடா நீ திருட்டு பூனை போல என்ன உருட்டி உருட்டி பார்த்து சுருட்ட பாம்பா ஆக்கி விட்ட நீ முந்தியில சொருகி வச்ச சில்லறைய போல நீ மடிப்பில் என்ன நம்ம செஞ்சு விட்டு போற நீ யாரெல்லாம் இருந்த என்ன பஞ்சு போல ஆக்கி விட்ட என்ன விட்ட வச்சிருக்க நீ யான பசி நாவுலத்து யான பசி ஓட பொறி நீ எனக்கு ஓட பொறி லாய் 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 നിങ്ങള് പോകുന്നില്ലല്ലോ, അപ്പൊ ഞാൻ പോകണ്ടേ? നമുക്ക് പോവാം. താങ്ക് യു സോ മച്ച് മിലു ആൻഡ് ആര്യ. അടുത്തതായിട്ട് വീണ്ടും നമുക്കൊരു പാട്ടാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ കൊച്ചു ഗായകൻ, ഞങ്ങളുടെ കൊച്ചു ഏറ്റവും പ്രായം കുറഞ്ഞ ഗായകനാണ് നമ്മുടെ റൂമിലെ. എപ്പോഴും ആൾ പാടിക്കൊണ്ടേയിരിക്കും. പക്ഷെ വിരഹഗാനമാണേ ഉള്ളൂ. എപ്പോഴും വിരഹത്തോടു കൂടിയ ഗാനം പാടിയിരിക്കുള്ളൂ. ഇന്ന് ഓണം ആയതുകൊണ്ട് വിരഹ ഇന്ന് ഒരു ദിവസത്തേക്ക് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് മാറ്റി വെച്ചത് കേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അതെ അതെ, വരുന്നുണ്ട് വരുന്നുണ്ട്. ലെറ്റ്സ് വെൽക്കം ജോർജ്. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമാണിഞ്ഞൊരുങ്ങി തിരുമേഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി.
ഇത്തിരി പൊന്നൊരുക്കി ഇത്തിരി പൊന്നൊരുക്കി ഓടിയുണ്ടുടുത്തും കൊണ്ടോടി നടക്കുന്നു കോമളബാലനാം ഓണക്കിളി 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 തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഞ്ചകാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി കാവിലെ പൈങ്കിളി പെണ്ണുങ്ങൾ കൈകൊട്ടി പാട്ടുകൾ പാടിടുന്നു പാട്ടുകൾ പാടിടുന്നു ഓണവില്ലടി പാട്ടിൽ നൂപുരം കുരുങ്ങുന്നു നോവിളിത്തേരുകൾ പാടിടുന്നു പാടിടുന്നു പാഞ്ഞിടുന്നു തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ചവാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി താങ്ക് യു ചേട്ടാ. അടുത്തത് നമ്മളെ ചിരിപ്പിക്കാനായിട്ട് ഒരു സ്കിറ്റുമായി മിസ്റ്റർ മനോജ് ആൻഡ് മിലു വരികയാണ്. റെഡിയല്ലേ? റെഡി? എല്ലാവരും കാത്തിരിക്കുക. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. എല്ലാ പെണ്ണാരും വെളി വന്നല്ലേ ഹലോ 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 കേക്കാം കേക്കാം കേക്കാലോ കേക്കാം കേക്കാം. We all are waiting. നീ എന്ത് വേണം ചെയ്യാൻ വെൽക്കം. കണ്ടു മടുത്തു. 40 കണ്ടു. ഇത് ഒത്താൽ ഒത്തു. ഒത്തു കഴിഞ്ഞ് അന്നേരം പൊക്കിക്കാണ്ട് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ പരിപാടി ഇന്നത്തേക്ക് അവസാനിക്കും. അപ്പൊ ഈ വീട്ടിലാണ് കിട്ടിക്കഴിഞ്ഞ സാധനത്തിന് അങ്ങ് പൊക്കിക്കൊണ്ട് പോവാ. ആരും ഇല്ല ഇവിടെ. ആരും ഇല്ല ഇവിടെ. എല്ലാം തോന്നുന്നു. വീട് അടഞ്ഞു കിടക്കോ. ഇതും പണി പാളിയും തോന്നുന്നു. ശ്രമിക്കാം. ആരും ഇല്ലേ? ആളൊന്നും ലക്ഷണം ഇല്ലല്ലോ. തട്ടി നോക്ക്. ഇത് ചോദിക്കാൻ താങ്കൾ ആരാ? ഞാൻ ഈ വീട്ടിലെ വായക്കാരിയാണോ? അത് നിന്റെ കാണുമ്പോഴേ തോന്നുന്നു. നിന്റെ ജാട നിന്റെ നിപ്പു. ഞാൻ ഈ വീട്ടിലെ ഒരു മകളാണ്. ആ ഒരേ ഒരു മകളെ കാണാൻ വന്ന ഒരേ ഒരു മകനാണ് ഞാൻ. അത് വിരലിനെന്ത് പറ്റി മക്കളെ? കിളിച്ച ചിരി ഇരിക്കുന്നില്ല. സെറ്റ് ആക്കിക്കൊണ്ട് പോവാ. അവിടെ സൂപ്പറുകളുണ്ട്. 10 മിനിറ്റോ? എന്തിനാ അവിടെ ഇരിക്കുന്ന സ്വർണ്ണ എന്തിനാ?
ഞാനും വരട്ടെ. ആ പ്രതീക്ഷയും പോയി. പേരെന്താ? എന്റെ പേര് ജാൻ. നല്ല പേര്. മാനു. അല്ലല്ല മാനു. എന്നെ ഇഷ്ടമുള്ളവരെ മനുവേട്ടാന്ന് വിളിക്കും. എത്ര വരെ പഠിച്ചു? 10 വരെ. എന്നിട്ട് ഷാ എഴുതാൻ അറിയത്തില്ല. ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങനെ കൊണ്ടുവരണം. പിന്നെ എന്താ പാട്ട് പാടുവോ? പിന്നെ എന്റെ ദൈവമേ, കള എഴുത്തും പാട്ടും പാടുന്ന പെണ്ണിനെ തപ്പി നടക്കും. അത് ഓർത്തു ഇക്ക. ഇനി എന്റെ ഓഫീസിൽ പോയി എല്ലാവരുടെ മുന്നേ നെഞ്ചു വിരിച്ചെനിക്ക് നിൽക്കണം. നെഞ്ചിട്ട് വിരിക്കണേ പാട്ട് പാടില്ലേ? ഞാന് 5 വർഷം ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചിട്ടുള്ള ആളാ. ഏത് ശാസ്ത്രം? ആ സംഗീതം ഒന്ന്, ആ അഭ്യാസം ഒന്ന് കാണിക്കുവോ? മാറ്റി നിർത്തി. നാരങ്ങ വേണോ? കണ്ണാൻ തുമ്പി പോരാ ഇതാണ് അഭ്യാസം, ഇത് ആവാസം. എനിക്കറിയാലോ. ഇല്ല, ഞാൻ സ്കൂളിൽ പാടിയിട്ടുണ്ട്. പ്രൈസ് കിട്ടില്ല, ടി സി തന്നു. ടി സി കിട്ടി, വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അന്നത്തോടെ അടുത്തും പാടും. ഞാൻ പോപ്പിലെ ടോപ്പാണ്. ആ, അത് ഇംഗ്ലീഷുകാർ പാടുന്നതേ. പോപ്പ്. I am for you, you are for me. ഞാൻ പാടാവേ, നോക്കിക്കോണേ. നമ്മൾ പാട് വിടും. പാട് വിടും. A B C പിച്ച് ശരിയില്ല. പാടാ കേട്ടോ. ഷജ്ജ ഞാനുണ്ടല്ലോ ആദ്യമായിട്ട് സ്വന്തം പാട്ടിന് ആരാധകർ പോകുന്ന ഇതാണ് ഇംഗ്ലീഷ് പാട്ടിലെ സംഗതി. ഏത് സംഗതി? എനിക്കുണ്ട്. സംഗതിയുള്ള പെണ്ണിനെ അന്വേഷിച്ച് നടക്കുവായിരുന്നു. അല്ല, സംഗതിയെല്ലാം ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ഉണ്ട്. പ്രേമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനോ? ഇല്ലേ? ഫ്രഷ് അല്ലേ? അല്ലല്ല, ആദ്യമായിട്ടല്ലേ നോക്കുന്നേ. അതെ. അപ്പൊ സംഗതി, ഒരു സംഗതി പാടുവോ? റിയാലിറ്റി ഷോയിലെ പോപ്പ് സിംഗേഴ്സ് നമ്മൾ. ചോറ് വെച്ചിട്ട് പോലെ കൈയടിക്കാൻ ആരോഗ്യം കിട്ടുമല്ലോ. ഇപ്പൊ കഴിയും, കുറച്ച് സമയോടെ ഉള്ളൂ. കൊണ്ട് പറഞ്ഞു ചിലപ്പോ എല്ലാവർക്കും കിട്ടിയില്ലേ. ഞാൻ പറഞ്ഞു, എല്ലാവരും ആഗ്രഹിച്ചു. പാട്ട് ചേട്ടന് നേരത്തെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നോ? അപ്പൊ അടുത്ത ഒരു ഹിന്ദി പാട്ടുമായിട്ടാണ് അഗ്നേഷ് വരുന്നത്. വെൽക്കം അഗ്നേഷ്. സ്ലോ വേണ്ട, സ്പീഡായിട്ട് പോട്ട്. അപ്പൊ പെട്ടെന്ന് ഭക്തി കാണുന്നത് നല്ല രസമുണ്ടാകും.
താങ്ക് യു അഗ്നസ്. അടുത്തതായിട്ട് മനോജിന്റെ ഒരു കന്നഡ സോങ് ആയിട്ടാണ് മനോജ് വരുന്നത്. ಯಾವುದೇ ಪ್ರೋಗ್ರಾಮ್ಸ್ ಇರಲಿ ನಮ್ಮ ಕನ್ನಡ ಹಾಡು ಇಲ್ಲದೆ ಎಂತ ಪ್ರೋಗ್ರಾಮ್. ಸೊ ನಮ್ಮ ಪುನೀತ್ ರಾಜ್ಕುಮಾರ್ ಅವರ ಹನ್ನೆರಡು ಹಾಡಿ ನಮ್ಮೆಲ್ಲರ ಮನವೊಲಿಸಿದರೆ ನಮ್ಮ ನೆಚ್ಚಿನ ಮನೋಜ್ ರವರು. ಸೊ ಲೆಟ್ ವೆಲ್ಕಮ್ ಮನೋಜ್ ಆನ್ ದಿ ಸ್ಟೇಜ್. ಕನ್ನಡ ಬೇರೆ ಆಯ್ತು.
അറിയത്തില്ല കേട്ടോ, സോറി. എന്തെങ്കിലും തെറ്റുകളുടെ ക്ഷമിക്കുക. ಗೊಂಬೆ ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ. ಗೊಂಬೆ ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ. ಹೊಸ ಬೆಳಕೊಂದು ಫಸಲಿಗೆ ಬಂದು ಬೆಳಗಿದ ಮನೆಯ ಮನಗಳ ಇಂದು ಆರಾಧಿಸುರಾಜರತ್ನನು ಆಡಿಸಿಯೇ ನೋಡು ಬೀಳಿಸಿಯೇ ನೋಡು ಎಂದು ಸೋಲದು ಸುತ್ತು ತಲೆಯವಾಗದು. ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ. ಆಗಲಿ ಆಟವೇ ನಿಲ್ಲದು ಎಂದು ಆಟ ನಿಲ್ಲದು. ಹಿರಿಯರೇ ಇರಲಿ ಕಿರಿಯರೇ ಬರಲಿ ಭೇದವೇ ತೋರದು ಎಂದು ಭೇದ ತೋರದು. ಎಲ್ಲ ಇದ್ದು ಏನು ಇಲ್ಲದ ಹಾಗೆ ಬದುಕಿರುವ ಆಕಾಶ ನೋಡದ ಕೈಯ ನೆನೆದು ಪ್ರೀತಿ ಹಂಚಿರುವ ಜೊತೆಗಿರು ನೀನು ಅಪ್ಪನ ಹಾಗೆ ಅಣ್ಣನೆ ಕಾಯೋ ಬಿಣಿಯದೀಗೆ ನಿನ್ನನ್ನು ಪಡೆದ ನಾವು ಪುನೀತ ಬಾಳು ನಗು ನಗುತ್ತಾ. ಗೊಂಬೆ ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ. ಬೆಳಕು ಕೊಡುವ ದೀಪವಿದು ನಂದ ದೀಪವಿದು. ಆಡಿಸುವಾತನ ಕರುಣೆಯ ಮೇಲೆ ನಮ್ಮ ಪಾತ್ರವು ಸಮಯದ ಸೂತ್ರವನದು. ಒಂದು ಮುತ್ತಿನ ಕಥೆಯ ಹೇಳಿತು ಈ ಬೊಂಬೆ, ಆ ಕಥೆಯಲ್ಲಿದ್ದ ರಾಜನಿಗೆ ನೀನು ಬಂದೆ. ಯೋಗವೊಮ್ಮೆ ಬರುವುದು ನಮಗೆ, ಯೋಗ್ಯತೆ ಒಂದೇ ಉಳಿಯುವುದು ಕೊನೆಗೆ. ಸೂರ್ಯನೊಬ್ಬ ಚಂದ್ರನೊಬ್ಬ ರಾಜನು ಒಬ್ಬ, ಈ ರಾಜನು ಒಬ್ಬ. ಆಡಿಸಿಯೇ ನೋಡು ಬೀಳಿಸಿಯೇ ನೋಡು ಎಂದು ಸೋಲದು ಸುತ್ತು ತಲೆಯವಾಗದು. ಗೊಂಬೆ ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ. Thank you so much.
സെക്കൻഡ് ലാസ്റ്റ് പെർഫോമൻസ് ആണ്. അഗൈൻ കപ്പിൾ ഡാൻസ് ബൈ ആര്യ ആൻഡ് മിലു. വെൽക്കം ആര്യ ആൻഡ് മിലു. എല്ലാവരും കുറച്ചും കൂടെ എനർജറ്റിക് ആവണം. നമ്മുടെ പ്രോഗ്രാം തീരാറായി. അപ്പൊ എല്ലാവരും ഒന്നുകൂടെ എനർജറ്റിക് ആവുക. ആര്യ
അടിപൊളി. താങ്ക് യു മിലു, ആര്യ. ഇത് നമ്മുടെ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് ഇനി വരാൻ പോകുന്നത്. അതെ അതെ, തീരാൻ പോവാണ്. ഇത് ലാസ്റ്റ് സ്കിറ്റ്. മിസ്റ്റർ മനോജ് ആൻഡ് മിസ്റ്റർ ജോർജ് ഒരു കോമഡി സ്കിറ്റാണ്. ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു ചെറിയ കോൺവെർസേഷൻ കോമഡി. അതെ അതെ, അധ്യാപകൻ മനോജാണെന്ന് തോന്നുന്നു, പുള്ളിയുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയിട്ട്. ഹലോ, ഇപ്പൊ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടിയുടെ പേര് മീനു. പക്ഷെ മീനു പഠിക്കുന്നത് 7ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിൽ ആളുടെ പ്രായമായി. പക്ഷെ മീനുവിന് അതിനുള്ള വളർച്ചയെ ആയിട്ടുള്ളൂ, ബ്രെയിൻ വഴി. അപ്പൊ അതുകൊണ്ട് മീനിനെ പഠിപ്പിക്കുന്ന രണ്ട് അധ്യാപകര് അവരെങ്ങനെയാണ് മീനിനെ പഠിപ്പിക്കുന്നത് അവതരിപ്പിക്കാൻ പോവാണ്. ഇതാ നിങ്ങളുടെ മുമ്പിൽ. ആണോ? ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ച കള്ളം പറഞ്ഞു. മൈക്ക് ഒന്ന് ഇതായി കൊടുത്താൽ അവര് പഠിച്ചതല്ല എന്നോട് ഞാനേ പറഞ്ഞു ബിരുവന്തരനായോ ഇപ്പൊ ഒരു കാലമാണ് നോക്കിക്കോണേ ഞാനിപ്പോ ചുമ്മാ ഇരിക്കുകയല്ല പഠിച്ചോണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഇപ്പൊ ആ കാലമാണ് നീ മുന്നോട്ട് വന്നു വെച്ച് ചോദ്യങ്ങൾ കുറെ ചോദിക്കും. നോക്കിക്കോ. ഇപ്പൊ ആ കാലമാടത്ത് വന്ന് എന്നോട് ഇപ്പൊ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. കാലമാടത്ത് Good morning. Good morning, Meenu. Good morning, teacher. Good morning, teacher. Good morning, Meenu. ടീച്ചർ മീനുവിനോട് ചിറ്റോൻ പറയൂ. Good morning. Good morning. You still stand up. Sit down. Meenu. What did I teach you yesterday? Did you remember? No? Uh-oh. Okay. I want to ask you, how many letters are there in English? How many alphabets are there? 52. Tell me, how many? Quattro, pure, sexy quattro. 48. Good girl. Okay. Be a regan. Okay, Meenu. How many letters are there? How many letters are there in English? Tell me now. Tell me. Good girl. You are very good. Okay, Meenu. Study well and come tomorrow. Okay? Right now, I want to go and tell you some words with you and tell me behave. Tell me, okay? A for apple. Apple भूल गया. B for ball. Okay, I am asking you.
you. Now you tell me. Okay. Apple A bul gaya. for good. B for Okay. Now I'm gonna teach you 2 more words. Okay. C for cat. J for jackfruit. I will ask you. Tell me. C for good. J for now you will oh my God, I can't teach this girl until I'm retired. You will be here in this class. All the best. Good luck. चूची बार देख रहा है बंद करो उसको एप्पल भूल गया वो एप्पल भूल गया बोल रहा है बैटरी മീനു ഇരുന്നോളൂ. നമസ്കാരം സർ. അടിക്കുന്ന നമസ്കാരം മീനുട്ടി. നമസ്കാരം സർ. ചുമ്മാ അത് ആക്ടിങ് ആണ്. നമസ്കാരം. മീനു സാറ് ഇന്നലെയൊക്കെ കൊറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. ഓർക്കുന്നുണ്ടോ? ഇരുന്നോളൂ. ഇരിക്ക്. സാർ നോക്കട്ടെ. മീനു വേറെ എന്തൊക്കെയുണ്ട്? നിനക്കൊന്നുമില്ലാന്ന് എനിക്കറിയാം. തലച്ചോറ് ഒഴിച്ചു ബാക്കിയെല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ സാറേ ഇന്നലെ കുറച്ച് കാര്യം പഠിപ്പിച്ചില്ലേ? അത് ചോദിക്കാവേ. കേരളത്തില് വാസ്കോഡിഗാമൻ എന്നാ വന്നേ? ഒരു നല്ല ഇടവപ്പായ മഴ സമയത്താ വന്നത്. എന്നിട്ട് അങ്ങനെ ഒരു കോട്ടിട്ടിരുന്നു. അതാണോ? അല്ല. വാസ്കോഡിഗാമൻ കേരളത്തിൽ എവിടെയാ വന്നേ? അതെ ആ പിന്നെ ഈ ആറ്റിങ്ങലെടുത്ത കുളമുട്ടത്ത്. അടുത്തത് സാറേ ഒരു കാക്കയെ കുറിച്ചൊരു കവിത പഠിപ്പിച്ചില്ലേ? അത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടല്ലേ? അതിൽ സാറ് 2-3 ചോദ്യം ചോദിക്കട്ടെ. കാക്കയുടെ കളർ ഏതാ? കാക്കയുടെ കളറ് കറുപ്പ്. വെരി ഗുഡ്. കാക്കയ്ക്ക് എന്തൊക്കെയുണ്ട്? കാക്കക്ക് പിന്നെ ചെറിയ കാറുണ്ട്. പിന്നെ വിസ, പിന്നെ ബ്ലൂ വിസ, പാസ്പോർട്ട്. ഇതേത് കാക്കയാ? കാക്കയ്ക്ക് ഒരു ചുണ്ടുണ്ട്. ചുണ്ടല്ല ചുണ്ട്. കാക്കയ്ക്ക് 2 കണ്ണുണ്ട്. കാക്കയ്ക്ക് 2 ചിറകുണ്ട്. കാക്കയ്ക്ക് 2 കാലുണ്ട്. കാക്ക എങ്ങനെ ഇരിക്കും? അങ്ങനെ ഇരിക്കുന്നേ? കാക്കയുടെ പേരെന്താ? സജിതാന്നല്ലേ? അങ്ങോട്ടാണ് പോണത്. അതെ ഞാൻ സാറ് പറയുന്നതേ എഴുതാലോ? അല്ല അതിന് മുന്നേ നമുക്കൊരു കവിത. മീന് കവിത പാടില്ലേ? ഒരു കവിത പാടിക്കുക എന്നിട്ട് സാർ എഴുതാം. നല്ല കവിതയായിരിക്കണേ. സാറേ സാറേ സാമ്പാറേ സാറിന്റെ
കല്യാണം ആക്കുവിളമ്പും ഉപ്പേരി പൂച്ച വിളമ്പും പുളിശ്ശേരി. ആർക്കൊക്കെ പാട്ട് പാടിയോ? കവിത പാടാനാ പറഞ്ഞത്. പഠിക്ക് അല്ലെ പഠിപ്പിച്ച് സാർ എഴുതാവേ. അങ്ങനെങ്കിലും പഠിക്കോ നോക്കട്ടെ. മീനു പറ. മീനു പറ. ഒരു കാളയും ഉണ്ടായിരുന്നു. അങ്ങനെ വല്ല പറ. സാർ എഴുതണ്ടേ? ഒരു വണ്ടിക്കാരനും ഒരു കാളയും ഇങ്ങനെ ചരക്കൊക്കെ വാങ്ങിക്കാനായിട്ട് പോകും. അപ്പോഴേ അപ്പൊ ആ വണ്ടിക്കാരനെ പിന്നെ കാളയെ ഇങ്ങനെ ഓടിച്ചാ കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു കയറ്റം കയറി ചെന്നപ്പോഴേ പിന്നെ ഈ വണ്ടിക്കാരനെ കാള കയറുന്നില്ല. അപ്പൊ അങ്ങനെ കാളക്കാരൻ കാക്കയുടെ താൻ എഴുതുന്നുണ്ട്. അപ്പൊ സാർ എഴുത. അപ്പൊ അങ്ങനെ കാക്ക് ഇച്ച പേടിപ്പിച്ചോ. ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നേ. നീയേ ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല. നിനക്കറിയാവോ നിന്റെ കാരണവന്മാരെ എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടിട്ടാണ് നിന്നെ പഠിപ്പിക്കുന്നതെന്ന് എന്തറിയാ? I'd like to welcome Manoj onto the stage for good thanks. Welcome speech. Thank you very much. ഹലോ, എനിക്കറിയാം ഒത്തിരി ലേറ്റ് ആയി. നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 15 മിനിറ്റ് ഡിലേ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്നറിയാം. അതുകൊണ്ട് ഞാൻ ഒത്തിരി നീട്ടുന്നില്ല. അപ്പം ഓണം ലോകമുള്ള എമ്പാടുമുള്ള മലയാളികൾ ജാതി മതം ഭേദമില്ലാതെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. അപ്പം നമ്മുടെ ഈ ചെറിയൊരു കൂട്ടായ്മയില് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേരുകയും ഇത് ആഘോഷിക്കാൻ പറ്റിയതിന് ഞാൻ ആദ്യമായിട്ട് ദൈവതമ്പുരാന് നന്ദി പറയുന്നു. അതിലുപരിയായിട്ട് ഞാൻ എൻ്റെ റൂം മെമ്പേഴ്സിന് അവരിതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പം അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതൊരു ചെറിയ പരിപാടിയാണെങ്കിലും നമ്മളെല്ലാവരും ജോലിക്ക് പോയി അതിന് ശേഷം വന്ന് ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് മിസ്റ്റർ പോൾ ഈസ് ബീങ് മൈ നെയ്ബർ. He helped me a lot to arrange all these things, and I know him for 3 years. We are together, and he's so kind, down to earth person, I can say. And whenever I ask something, even though he's tired, he never says no. So he's the one who made this event so colorful by arranging all these decorations and everything. So I thank you, Mr. Paul, on behalf of everyone. Thank you so much. Now I would like to thank Mr. Santosh, Mr. Richard and Mr. Frederick. You can see, and they are also being our neighbors, and they are very cooperative and very kind to us. And 3 of them are from my place, and even I too belong to Karnataka. So I asked them. So whenever I ask something, any kind of help, wholeheartedly they help me. So today you can see the pictures, the videos, and everything, the sound system and everything was arranged by Mr. Santosh and Mr. Frederick. So I thank you on behalf of everyone. Thank you so much. ഇനി ഞാൻ അടുത്തതായിട്ട് നന്ദി പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ആദ്യം വിചാരിച്ചു നമുക്ക് സാധിക്കില്ലയോ എന്ന്. പിന്നെ ഞാൻ ഓക്കെ നമുക്ക് ഈ പ്രാവശ്യം ചെയ്ത് നോക്കാം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ഇവന്റ്സ് ഒന്നും ഞങ്ങൾ ചെയ്തിരുന്നില്ല. അപ്പം ഈ പ്രാവശ്യം അത് ചെയ്ത് നോക്കാൻ നോക്കും. അപ്പൊ നിങ്ങൾ ഇതെല്ലാം കണ്ട് ഇത്രത്തോളം കളർഫുൾ ഇവന്റ് ആയി കൊച്ചു പരിപാടി ആയിരുന്നെങ്കിലും, കാരണം ഇവരെല്ലാം ജോലിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആർക്കും ഒത്തുചേരാൻ പറ്റത്തില്ല. ഇവരെല്ലാം കാരിഗവേഴ്സ് ആണ്. അപ്പൊ അതിൻ്റെതായ ടൈം ലിമിറ്റ് ഉണ്ട്, നമുക്ക് കണ്ടുമുട്ടാൻ പറ്റത്തില്ല. എന്നിട്ടും ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നത് 2 ആഴ്ച മുന്നെയാണ്. ആ ഷോർട്ട് ടൈമിൽ അവരിതെല്ലാം അറേഞ്ച് ചെയ്യുകയും, അപ്പൊ ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ ലിസ്റ്റ് ഇട്ടു. അതിൽ ഞാൻ 2 പേരെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ചെയ്യുമ്പോഴാണ് അതൊരു ഓണമായിട്ട് മാറുള്ളൂ. ഒരാളായിട്ട് ചെയ്യുമ്പോൾ അതൊരു ആഘോഷമായിട്ട് മാറത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ 2 പേരെ തിരഞ്ഞെടുത്ത് കോർഡിനേറ്റേഴ്സ് ആയിട്ട്, ജോളിനെയും ശോഭേനെയും. അപ്പൊ അവരാണ് ഈ 2 കാര്യങ്ങളും അതിമനോഹരമായിട്ടും അതിഭംഗിയായിട്ടും ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഞങ്ങളുടെ റൂമിലെ ഞങ്ങൾ മാതാപിതാക്കൾ തുല്യമായി കാണുന്ന നവാസിക്കായ സജിത ചേച്ചിയും, അവര്
അവരുടെ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ലാതെ ഞങ്ങളുടെ കൂടെ എന്തിനും ഒപ്പത്തിനൊപ്പം നിൽക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾ എന്തെങ്കിലും കാണുകയും തെറ്റുകൾ എന്തെങ്കിലും കാണുകയും അത് തിരുത്തുകയും ഞങ്ങളുടെ കൂടെ നിൽക്കുകയും എല്ലാ രീതിയിലും ഇന്നത്തെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഇക്കയാണെങ്കിലും ഇക്കയ്ക്ക് കാര്യം വയ്യെങ്കിൽ പോലും എല്ലാത്തിലും ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് സഹകരിക്കുകയും എല്ലാ കാര്യത്തിലും ഭംഗിയായിട്ട് ചെയ്യാൻ അവർ സഹായിച്ചു. അപ്പൊ അവർക്ക് എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഞങ്ങളുടെ റൂമിലെ സീനിയറായ ജോർജ് ഏട്ടൻ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിചിതനാണ്. ജോർജ് ഏട്ടൻ എന്റെ കൂടെ 3-4 വർഷമായിട്ടുണ്ട്. ജോർജ് ഏട്ടനോ എന്ത് കാര്യം ഞാൻ ആവശ്യപ്പെട്ടാലും പുള്ളി ഇല്ല എന്ന് പറയത്തില്ല. ഇവൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സ്കിറ്റോ അല്ലെങ്കിൽ പാട്ടൊന്നും പാടാൻ പോകുന്ന ഒരാളല്ല. അപ്പൊ പുള്ളിയാണ് എന്റെ ഇൻസ്പിറേഷൻ. എന്ന് വെച്ചാൽ പുള്ളി എന്നോട് പറഞ്ഞു, മനോജ് നിനക്ക് പാടാൻ സാധിക്കും, നീ പാട്, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുകയും ചെയ്തത്. അപ്പൊ ജോർജ് ഏട്ടന് അതിനും ഞാൻ നന്ദി പറയുന്നു. അതിലുപരിയായിട്ട് ഈ കാര്യങ്ങളെല്ലാത്തിനും ജോർജ് ഏട്ടൻ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ പ്രോഗ്രാംസ്, ഇന്നലത്തെ ഗെയിംസ്, കുക്കിംഗ്, ഇതിന്റെ എല്ലാത്തിന്റെയും മെയിൻ ആയിട്ട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിയാണ് MC അടക്കം ചെയ്തത്. അപ്പം സോണിയ ലക്കാണ്, കാരണം അവള് 7 വർഷമായിട്ട് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു. അവള് നിർത്തി പോകാൻ വേണ്ടി ഒരു പ്ലാൻഡ് ആണ്. 5-ാം തീയതി പോകാനിരുന്നാണ്, പല കാരണം കൊണ്ട് അത് സാധിച്ചില്ല. ഉടനെ 5-6 ദിവസത്തിനുള്ളിൽ സോണിയ നാട്ടിലേക്ക് പോവാണ്. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ endeavors. Okay, and we remember you and we miss you. And I know her since 4 years. She was with us. So I wish you all the best. Okay. അപ്പം സോണിയയ്ക്ക് ഒത്തിരി നന്ദി, എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും. കൈയടിച്ച് പ്രോത്സാഹനം. പിന്നെ ഞാൻ ഇതില് നന്ദി പറയേണ്ടത്, ഇന്നത്തെ ഈ കൾച്ചറൽ പ്രോഗ്രാം ഇത്ര മനോഹരമായിട്ട് നടക്കാൻ കാരണക്കാരെന്ന് വെച്ചാൽ ഞങ്ങളുടെ റൂമിലെ അവരെ ഞാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലു, ആര്യ, ആഗ്നസ്. അപ്പൊ അവരാണ് ഇതിന് കുറച്ചുകൂടി കളർഫുൾ ഇവന്റ്. ഞാൻ വിചാരിക്കും നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവരുടെ ഡാൻസ് അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ അവർ അതിൽ ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതിലെല്ലാം ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാനു ബീങ് ആസ് she is not from Kerala, she is from Andhra, but she is with us since 1.5 years, and she, whenever I ask something, she will say, never say no. She was very cooperative, and she is the one who arranged everything. And even though she sang a beautiful song with her friend Jaya, I thank Jaya as well. She received our invitation and came here. And it was a good melody song. Thanks to Jaya and Banu. I thank you on behalf of me and from all the members. Okay, thank you so much. പിന്നെ ഞാൻ നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരെയാണ്. ഇവിടെ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോ അതിഥികളും, വിൽസൺ ചേട്ടനും മകനും, ഇക്കാടെ അനിയനും, ഇക്കാടെ ഫ്രണ്ട്സും, പിന്നെ ഞങ്ങളുടെ നെയ്ബേഴ്സായ റിച്ചാർഡ്, സന്തോഷ് ആൻഡ് ഫെഡറിക്, അവരുടെ ഭാര്യമാരും, നിങ്ങൾക്ക് ഓരോർക്കും ഒത്തിരി നന്ദി. നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രോഗ്രാം ഇത്ര വിജയിക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒത്തിരി നന്ദി, എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾ ഓരോരുത്തരും പേരിലും. താങ്ക് യു സോ മച്ച്. വൺസ് അഗൈൻ ഐ വിഷ് യു ഹാപ്പി ഓണം. താങ്ക് യു മനോജ്. അടുത്ത് നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ്. 5 മിനിറ്റ് ടേബിൾ അറേഞ്ച് ചെയ്യാം കേട്ടോ. മാണിക്കല്ലാൽ മേഞ്ഞു നനഞ്ഞേ മാമണി കൊട്ടാരം, കുളിരമ്പിൽ കുമ്പൻ ആവണി നയ്യണി കാവൽ മായ കൊട്ടാരം, എന്റെ മോഹക്കൊട്ടാരം, മാണിക്കല്ലാൽ മേഞ്ഞു നനഞ്ഞേ മാമണി കൊട്ടാരം, അടിത്തടച്ചാൽ താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം, കൊട്ടാരം, എന്റെ മോഹക്കൊട്ടാരം.
പാടും പാട്ടും മഞ്ഞും മഞ്ചാടി ഉള്ളിപ്പൂവാടി ഉള്ളും കുഞ്ഞാടി പൂമീനും പൂങ്കുയിൽ പാടും പാട്ടും ഇലഞ്ഞിക്കാവും പാൽമരം പെയ്യും നാണം കൂടുന്നു നിൻ പുഞ്ചിരിയും ഉള്ളിനുള്ളിൽ കൗതുകമായി മാണിക്കല്ലാൽ മേഞ്ഞു മെനഞ്ഞേ മാമണി കൊട്ടാരം കൊട്ടാരോ കണ്ണിൽ മിന്നാട്ടം മിന്നുന്ന തിളക്കം കാതിൽ തോണിപ്പാട്ടിൻ വളക്കിലുക്കം മിന്നുന്ന തിളക്കം വളക്കിലുക്കം ചെന്തെങ്ങിൻ ചാന്തിട്ട് മാറു ചില്ലു നിലാവ് മാരിവില്ലൂരും പകൽ മുകിലോ മുത്താച്ചുണ്ടത്ത് മുത്തങ്ങളാ മാണിക്കക്കല്ല താഴിക്കടച്ചാൽ താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം കുളിരമ്പിളിക്കും. ക്ഷമിക്കണം, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇന്നലെ നമ്മുടെ റൂമിൽ കുറച്ച് ഓണം സംബന്ധിച്ച് കുറച്ച് പരിപാടികൾ നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പോവുകയാണ് ഇപ്പോൾ. സാരി എടുത്ത് വസ്തു അടിച്ചു എല്ലാവരും സ്വച്ഛമായി സാരി ഡ്രൈപ്പിംഗ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മിസ്റ്റർ നവാസ്. സോറി നവാസ് ചേട്ടാ, സോറി. ഈ പ്രൈസ് നൽകാനായി മിസ്റ്റർ മനോജിനെ സ്വാഗതം ചെയ്യുന്നു. സാരി ഡ്രൈപ്പിംഗ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മിസ്റ്റർ നവാസ്. नेक्स्ट अभी सारी नहीं है, फोटो क्या पड़ेगा? बात मत करो रात में सारी उड़ाएगा। बात मत करो रुको अब ये मुर्गा बोल के मेरा काम तुमने बोलता मुर्गा नेक्स्ट लेमन स्पून फर्स्ट प्राइज गोes to Jolly. Congratulations. അടുത്തത് പ്രൈസ് കൊടുക്കാനായിട്ട് നവാസ് ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ചേട്ടാ ചോറൊന്നും ഉണ്ടില്ലല്ലോ. സുന്ദരിക്ക് കൊട്ടുകൂട്ടി ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മിസ് ആര്യ. रुको ये तुम्हारी को नहीं लगाया। Congratulations Arya. Next whisper challenge first prize goes to Shobha Bibin. Shobha. Congratulations Shobha. Next program
താങ്ക് യു നവാസ് ചേട്ടൻ. അടുത്തത് ഐ എം ഇൻവൈറ്റിംഗ് യു പോൾ. ഓണം കീസ് മത്സരം. ഓണം കീസ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മിസ്റ്റർ ജോർജ്. അടിപൊളി, കൺഗ്രാറ്റുലേഷൻ ജോർജ്. നെക്സ്റ്റ് ബിസ്ക്കറ്റ് ചാലഞ്ച് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മിസ് ബാനു. Congratulations, Banu. Banu. Thank you, Paul. Okay. Close eyes. Open your eyes. Okay. Open your eyes. Next. Or you want to take Wilson Jata, come. അടുത്തത് മ്യൂസിക് ചെയർ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മീലു. Congratulations, Milu. Next, balloon blasting first prize goes to Banu and Milu. Banu, go that side. Congratulations, Banu and Milu. Thank you, Wilson Jata. അടുത്തത് നെക്സ്റ്റ് ജയ, come on, please come. കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു സജിത. Congratulations, ചേച്ചി. Okay, see. കുപ്പിയില് നീർത്തുമ്പോഴും Next, balloon balancing first prize goes to Shobha and Milu. Congratulations, Milu and Shobha. Thank you so much, Jaya. Manoj 0 point. അതെ, മനോജ് ഒരു പ്രോത്സാഹനം 2 മാസം പങ്കെടുത്തു. എല്ലാവരും ഒന്നും കൂടി ഇവിടെ ഇരിക്കേണ്ടതാണ്. നമുക്ക് ഒരു സർപ്രൈസിങ് ഗിഫ്റ്റ് കൂടെ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. നമ്മുടെ മനോജിന്റെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് വീക്ക് 24th on നെക്സ്റ്റ് വീക്ക് 24th. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് മനോജിന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. Happy birthday to you. Happy birthday. Happy birthday, Manoj. ये कार्ड सिमो ये कार्ड बेस कार्ड
നമ്മളൊക്കെ കഷ്ടപ്പെടണ്ട ഏതെല്ലാം നമ്മളെ തല്ലി എല്ലാവരും വെയിറ്റ് ചെയ്യാം. എല്ലാവരും കേക്ക് കഴിച്ചിട്ടേ പോകാവുള്ളൂ. ಅಲ್ಲ ನಿಲ್ಲಿ ನೀವು ಮಧ್ಯ ನಿಲ್ಲಿ Chicken boy. Thank you so much for all the invited guests, and thank you Sonia and Jolie for the cakes. It was a surprise for me. I never expected that you will do it. Okay, thank you so much. Okay, so once again wish you happy Onam. Okay, thank you. Bye bye. Okay. Oh, okay. There is two more people. Frederick and Santosh, I didn't know. And family. Okay, thank you so much.